എഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മസാലപ്പൂരി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മളിന്ന് മറ്റൊരു പൊറോട്ട, ഒരു മസാല പൊറോട്ട ആണോ പാൻകാക്ക് പൊറോട്ട എന്ന് പല പേരിലും നമുക്ക് വിളിക്കാം, ഇഷ്ടമുള്ള പേര് വിളിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ, ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. ഇപ്പോൾ ഒരു ബൗളിലേക്ക് 2 മുട്ട എടുക്കുന്നുണ്ട്. നമ്മൾ 2 മുട്ടയാണ് എടുക്കുന്നതിന്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക, നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ബീറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം, അതിനുശേഷം കുറച്ച് സവാള, ചെറിയ ഉള്ളിയോ ഏതാണെന്ന് വെച്ചാൽ, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ആട്ട, 1.5 കപ്പ് എടുക്കുന്നുണ്ട് ഞാൻ. ആദ്യം 1 കപ്പ് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഒരു 1/2 കപ്പും കൂടി ഇടുക. ശരിക്ക് കുഴക്കുക. നമ്മളിതിൽ വെള്ളമല്ല ചേർക്കുന്നത്, പാലാണ്. 1 കപ്പ് പാലെടുത്തിട്ട് കുറേശ്ശെ ഒഴിക്കാം. നമുക്ക് എത്രത്തോളം വേണ്ടി വരുമെന്ന് പറയാം. വീണ്ടും പാല് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, പാലാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എത്രത്തോളം ഇതിൻ്റെ ഇത് വേണമെന്ന് പറയാം. കുറേശ്ശെ പാൽ ഒഴിക്കുന്നുണ്ട്. ദെൻ 1 കപ്പ് വേണ്ടി വരില്ല പാല്. 3/4 കപ്പ് പാലാണ് ഒഴിച്ചത്. നമുക്ക് ഈ ലെവലിലാണ് കിട്ടേണ്ടത്. അങ്ങനെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. 5 മിനിറ്റിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് ചൂടാക്കി എണ്ണ തടവി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ മാവ് കുറച്ച് ഒഴിച്ച് ഒന്ന് സെറ്റാക്കുക. ഇതുപോലെ പരത്തി കൊടുക്കുക. വളരെ സ്ലോലി ചെയ്യണം, കാരണം വെച്ചാൽ അല്ലെങ്കിൽ അത് വിട്ടുപോകും. ചെറിയ തീയിലാണ് ഉപയോഗിക്കേണ്ടത്. തീ കൂട്ടിയാലല്ല പ്രശ്നം എന്ന് വെച്ചാൽ അടി കരിഞ്ഞു, പക്ഷേ അകം നമുക്ക് വെന്ത് കിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മറന്നുപോയി കേട്ടോ. ഇതിൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈനോ അതൊക്കെ ചേർക്കണം. ഞാൻ അത് വീഡിയോ എടുക്കാൻ മറന്നു. അതും കൂടി കുറച്ച് ചേർക്കണം അത് ഉണ്ടാക്കുന്നതിന് മുമ്പ്. പിന്നെ കുറേശ്ശെ എണ്ണയല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ഇത് ഗീയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗീ. ഇതുപോലെ എന്നിട്ട് അടച്ച് വെക്കുക. പിന്നെ ഏകദേശം ഒരു വേവ് വന്നിട്ടുണ്ട്. നമുക്കത് തിരിച്ചിടാം. കണ്ടില്ലേ? ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇടുക. കുറേശ്ശെ ബട്ടറോ അല്ല ഗീ രണ്ടും ഇല്ലെങ്കിൽ സാധാ ഓയിൽ മതിയാവും. പിന്നെ വെജിറ്റബിളിന് പകരം നമുക്ക് ഇതിലേക്ക് നിങ്ങളെ കയ്യിൽ എന്ത് വെജിറ്റബിൾ ഉള്ളത് അതൊക്കെ ചേർക്കാം. അതല്ല ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞ് അതും ചേർക്കാം. കുട്ടികൾക്കൊക്കെ ടിഫിനായിട്ടൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സാധനമാണിത്. ഇതിൻ്റെ പേര് കൃത്യമായിട്ടൊരു പേരൊന്നുമില്ല. ഞാൻ എന്താണ് പറയുക, പാൻകാക്ക് എന്നല്ലേ, പാൻകാക്ക് പൊറോട്ട എന്നോ അല്ല ദോശ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഒരു മസാല പൊറോട്ട എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. തിരിച്ചും മറിച്ചിടുക. ഇതിന് പ്രത്യേക കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ടൊമാറ്റോ കെച്ചപ്പോ അങ്ങനെ എന്തായാലും മതിയാവും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അപ്പം ലൈക്കും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.